ഈ സെഷനിൽ ക്ലോത്ത് സൂയിങ്ങിനായി മെഷർ ചെയ്യുന്നതിനുള്ള ഫോം തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഡ്രസ് ഫോമിനെ കുറിച്ച് അറിയാനും പിൻ ഹെഡ് ഗൈഡുകളെക്കുറിച്ച് വിവരിക്കാനും ബ്രിഡ്ജ് അളക്കുന്നതിനുള്ള ഘട്ടങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ആം ഹോൾ ഡെപ്ത് പാർട്ടിനെ കുറിച്ചും ഈ സെഷനായി നമ്മൾ പഠിക്കും. സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ കാണുന്നതിനാണ് ഡ്രസ് ഫോം ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ ക്ലോത്തുകൾക്കും അനുയോജ്യമായ തരത്തിൽ, എല്ലാ വലുപ്പത്തിലും, എല്ലാ ആകൃതിയിലും ഡ്രസ് ഫോം കണ്ടുവരാറുണ്ട്. ഒരു ക്ലോത്തിനെ ഡ്രസ്സാക്കി മാറ്റുന്ന സമയത്ത് അത് ഡ്രസ് ഫോമിൽ വെച്ച് നോക്കിയാൽ ക്ലോത്തിന് എങ്ങനെ മാറ്റം വരുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ ഡ്രസ് ഫോമിന് അനുയോജ്യമായ രൂപത്തിൽ ക്ലോത്തിങ്ങിൽ മാറ്റം വരുത്താം. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഗാർമെന്റ് ഫാക്ടറിയിലെ സാമ്പിൾ ഡിപ്പാർട്ട്മെന്റ്, ബൊട്ടിക് ഹൗസുകൾ, ഹോട്ട് കോച്ചർ ഡിസൈനർമാർ എന്നിവർ ഡ്രസ് ഫോമുകൾ ഉപയോഗിച്ചു വരുന്നു. വസ്ത്രങ്ങൾ ഡ്രേപ്പിംഗ് രീതി ഉപയോഗിച്ച് തയ്ക്കുമ്പോൾ ഡ്രസ് ഫോമിനെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഡിസൈനിങ് സമയത്ത് ഫാബ്രിക് മുറിക്കുന്നതിന് മുമ്പ് ഡ്രസ് ഫോമിൽ വെച്ച് നോക്കി പലതവണ ഡ്രൈപ്പിംഗ് സ്റ്റൈൽ ഇഷ്ടാനുസരണം മാറ്റി നോക്കാനാകും. മടക്കുകളുടെ അറ്റങ്ങൾ പിടിക്കാനും 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനും പിന്നുകൾ ഉപയോഗിക്കുന്നു. എല്ലാത്തരം പാക്കിങ്ങുകളിലും പാക്കിങ്ങിന്റെ മടക്കുകൾ സംരക്ഷിക്കാൻ ക്ലിപ്പുകൾ പോലെ ഇത് ഉപയോഗിക്കുന്നു. ലോഹം കൊണ്ടാണ് പിൻ നിർമ്മിച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് പിന്നുകൾക്ക് 1/2 ഇഞ്ച് മുതൽ 7/8 ഇഞ്ച് വരെ നീളമുണ്ട്. ഒടിഞ്ഞു പോകാതെ വളയാൻ കഴിയുന്നതും മൂർച്ചയുള്ളതും മിനുസമാറുന്നതും റസ്റ്റ് ചെയ്യാത്തതുമായ പിന്നുകൾക്കായി എടുക്കുക. ഡ്രേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈൽ ലൈൻ പ്ലേസ്മെന്റ് കൃത്യമാക്കുന്നതിനായി മസ്ലിൻ അല്ലെങ്കിൽ ഡ്രസ് ഫോമിലൂടെ ഒരു പിൻ സീരീസ് വെച്ച് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പിൻ മാർക്കിംഗ് ചെയ്യുന്നത്. പലതരം സ്റ്റൈലുകളിൽ പിൻ കുഷനുകൾ ലഭ്യമാണ്. ഇത് പിന്നുകളും നീഡിലുകളും മൂർച്ച കൂട്ടുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് റിസ്റ്റ് ബാൻഡിൽ ഘടിപ്പിച്ച ചതുരാകൃതിയിലുള്ള റിസ്റ്റ് ബാൻഡ് പിൻ കുഷ്യനുകൾ പിൻ നിറയ്ക്കുന്നതിനും മാർക്ക് ചെയ്യുന്നതിനും, ഹെമ്മുകൾ മാർക്ക് ചെയ്യുന്നതിനും, മാഗ്നറ്റിക് ഗ്രാബർ സ്റ്റൈൽ നെറ്റ് മാർക്കുകൾക്കും അനുയോജ്യമാണ്. ഇനി നമുക്ക് ഒരു ടാസ്ക് ചെയ്യാം. ടാസ്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ ഇനി പറയുന്ന ടൂളുകൾ കരുതുക: മെഷറിംഗ് ടേപ്പ്, ഡ്രസ് ഫോം, പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻസിൽ അല്ലെങ്കിൽ പെൻ. അളക്കുന്നതിനുള്ള ഫോം തയ്യാറാക്കുക എന്നതാണ് ടാസ്ക്. ബസ്റ്റ് ബ്രിഡ്ജ് അളക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇവയാണ്. ആദ്യം ക്ലോത്തിന്റെ ഒരു സ്ട്രിപ്പ് 1.5 × 26 ഇഞ്ച് എന്ന അളവിൽ മുറിക്കുക. തുടർന്ന് എഡ്ജുകൾ മധ്യഭാഗത്തേക്ക് മടക്കുക. വീണ്ടും മടക്കുക. ഇപ്പോൾ ബസ്റ്റ് പോയിന്റുകൾക്ക് കുറുകെ വയ്ക്കുക. സൈഡ് സീമിന് 1 ഇഞ്ച് പിന്നിൽ അവസാനിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുക. ബസ്റ്റ് പോയിന്റുകളിലൂടെ പിന്നുകൾ പുഷ് ചെയ്യുക. സെന്റർ ലൈൻ അടയാളപ്പെടുത്തുക. ടേപ്പ് ഡാമേജ് ആയെങ്കിൽ വേസ്റ്റ് ലൈൻ ടേപ്പ് റീപ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് പിൻ ഹെഡ് ഗൈഡുകൾ നോക്കാം. റിഡ്ജ് അല്ലെങ്കിൽ റോൾ ലൈൻ ഉപയോഗിച്ച് പ്ലേറ്റ് സ്ക്രൂ ലെവലിൽ മിഡ് ആം ഹോൾ, സെന്റർ നെക്കിന് താഴെ 3/8 ഇഞ്ച് അളവിൽ ഷോൾഡർ ട്രിപ്പിന് റിഡ്ജിലൂടെ പിന്നുകൾ ത്രസ്റ്റ് ചെയ്യുക. ആം ഹോൾ ഡെപ്ത് ചാർട്ട് പൂരിപ്പിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ നോക്കാം. ആദ്യം ഫോമിന്റെ ആം ഹോൾ ഡെപ്ത് കണ്ടെത്തി ഫോമിന്റെ വലിപ്പത്തിന് അനുയോജ്യമായ അളവ് തിരഞ്ഞെടുക്കുക. സൈഡ് സീമിലെ ആം ഹോൾ പ്ലേറ്റിൽ നിന്ന് താഴേക്ക് അളക്കുക. പോയിന്റിൽ ഒരു പിൻ ഹെഡ് തിരികെ കയറ്റുക. ഈ സെഷനിൽ ക്ലോത്ത് തയ്ക്കുന്നതിനായി മെഷർ ചെയ്യുന്നതിനുള്ള ഫോം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രസ് ഫോമിനെ കുറിച്ച് അറിയാനും പിൻ ഹെഡ് ഗൈഡുകളെക്കുറിച്ച് വിവരിക്കാനും ബസ്റ്റ് ബ്രിഡ്ജ് ആക്കുന്നതിനുള്ള ഘട്ടങ്ങൾ മനസ്സിലാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആം ഹോൾ ഡെപ്ത് ചാർട്ടിനെ കുറിച്ചും ഈ സെഷനോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.